തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡ് തടഞ്ഞ ഒറ്റയാൻ കബാലിയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ. തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം സൃഷ്ടിച്ചത്. മതപ്പാടുള്ള ആനയെ പ്രകോപിപ്പിക്കാൻ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ സൂരജ്. ഉന്മേഷ്, മതപ്പാടിലുള്ള കൊമ്പൻ കബാലി കഴിഞ്ഞ ദിവസമാണ് ഈ അന്തർ സംസ്ഥാന പാതയായ ആനമലയിൽ ഈ ആനക്കയത്തിന് സമീപം ഈ വാഹനങ്ങൾ തടഞ്ഞത്. റോഡിന് നടുവിലിറങ്ങി ആന ഒരു രാത്രി മുഴുവൻ നിലയുറപ്പിച്ചതോടെ 12 മണിക്കൂറോളം നേരം ഈ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഇതിനിടയിലാണ് ഈ തമിഴ്നാട് സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനം ഈ ആനക്കരികിലേക്ക് എത്തുന്നത്. നിരവധി വാഹനങ്ങൾ ആ റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അവയെ മറികടന്ന് റൈറ്റ് സൈഡിലൂടെ കയറി പോകുന്ന വാഹനം ഈ ആനക്കരികിലെത്തി തുടർച്ചയായി ഹോൺ മുഴക്കുകയായിരുന്നു. പിന്നീട് ആന ഈ വാഹനം ആക്രമിക്കുകയും ചെയ്തു. മതപ്പാടിലുള്ള ആനയാണ്. ആനയെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുതെന്ന് വനം വകുപ്പ് അടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് യുവാക്കൾ ഈ അതിരപ്പള്ളിയിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് മുന്നറിയിപ്പ് നൽകും. വന്യജീവികളുള്ള പ്രദേശമാണ്, ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇവരെ ഈ പാതയിലൂടെ കടത്തിവിടുന്നത്. അത്രയും വാഹനങ്ങൾ കാത്തു നിൽക്കുന്നു. ആ സമയത്താണ് ഈ കബാലിക്കരികിലേക്ക് എത്തി ഇത്തരത്തിലൊരു വലിയ പ്രകോപനം നടത്തിയത്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.